ഹായ് ഓൾ, ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് നമ്മുടെ പേപ്പർ, ഫസ്റ്റ് സെമിസ്റ്റർ. അപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഗോൾഡ്സ്റ്റീൻ്റെ ടെക്സ്റ്റാണ്. ഉപാധ്യായയുടെ ടെക്സ്റ്റ് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഭാട്ടിയുടെ ടെക്സ്റ്റ് എല്ലാം സിലബസിൽ പറയുന്നുണ്ട്. സോ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക. ഒരു പാർട്ടിക്കിളിൻ്റെ മെക്കാനിക്സ്, അതുപോലെ അതായത് അതിൻ്റെ വെലോസിറ്റി, മൊമെൻറ്റം, അതുപോലെ ഫോഴ്സ്, ആക്സലറേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കൺസർവേഷൻ തിയറംസ്, ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ, അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ, എനർജി കൺസർവേഷൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. സോ അതെല്ലാം മുന്നേ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് നോക്കുക. ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്, ഗോൾഡ്സ്റ്റീൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മളൊരു ന്യൂ ടേം നമ്മുടെ സിലബസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു ന്യൂ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ മൂവ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടല്ലേ, കൺസ്ട്രെയിൻ ഇറ്റ്സ് മോഷൻ. അപ്പം എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ ദാറ്റ് കൺസിഡർ എ സിസ്റ്റം ഓഫ് മെനി പാർട്ടിക്കിൾസ്. ഓക്കെ, സോ ഇൻ ദാറ്റ് പാർട്ടിക്കിൾസ് some external forces are acting on that system due to some outside sources. Similarly, system of many particles ആണെന്ന് പറഞ്ഞു. അപ്പം ഫോർ ആൻ ith പാർട്ടിക്കിൾ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിൾ അതിനെ ഞാൻ ith പാർട്ടിക്കിളായിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കിൾസും ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിളിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ. സോ അതാണ് എന്ത്, ഇൻറ്റേർണൽ ഫോഴ്സസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫോഴ്സുകളാണ് നമ്മുടെ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിളിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒന്നെന്താണ് ഇൻറ്റേർണൽ ഫോഴ്സ്, മറ്റുള്ളത് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടിൻ്റെയും കൂടി സമ്മാണ് അല്ലേ. ഇൻറ്റേർണൽ ഫോഴ്സിൻ്റെയും എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും സമ്മാണ് ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസിങ് ബൈ ദ സിസ്റ്റം. ഓക്കെ, സോ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അല്ലേ. എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, F is equal to dp/dt. ഇവിടെ എല്ലാം വെക്റ്റേഴ്സ് ആണ്. ഓക്കെ, വെക്റ്റേഴ്സ് ആൻഡ് സ്കെയിലാർസ് ഒക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ സിമ്പൽ എന്താണ്, ഒരു ആരോ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഫോഴ്സ്, മൊമെൻറ്റം എല്ലാം വെക്റ്റേഴ്സ് ആണ്. മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, ഡയറക്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, നൗ സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ n പാർട്ടിക്കുലർ ഒരു സിസ്റ്റമാണ് കൺസിഡർ ചെയ്തത്. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സ് പ്ലസ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സിന് നമ്മൾ FJI എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ഫോഴ്സ് ഓൺ ith പാർട്ടിക്കിൾ ഡ്യൂ ടു jth പാർട്ടിക്കിൾ ഈസ് FJI. ഇറ്റ് ഈസ് വെക്റ്റർ. പ്ലസ് ഇവിടെ സമ്മേഷൻ ഓവർ j ഇട്ടത് എന്താണ്, മറ്റെല്ലാ പാർട്ടിക്കിൾസും I എന്ന് പറയുന്ന അല്ലെങ്കിൽ ith പാർട്ടിക്കിളിൽ ബാക്കി എല്ലാ പാർട്ടിക്കിൾസും, അപ്പോൾ സമ്മേഷൻ ഓവർ j. ഓക്കെ, പ്ലസ് FIE, ഇത് സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, സോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു dp/dt. ഇവിടെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഒരു നൊട്ടേഷനാണ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോട്ട് എന്ന് കാണുകയാണെങ്കിൽ ഒരു ഡോട്ടേ ഉള്ളൂ വെച്ചാൽ അതെന്താണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ഇവിടെ P, മൊമെൻറ്റം ടേക്കിംഗ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് കാണിക്കാനാണ് ഡോട്ട് ഇരിക്കുന്നത്, PI ഡോട്ട്. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. നൗ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ടേം എന്താ, FJI എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫോഴ്സാണ്. ith പാർട്ടിക്കിളിൽ j പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന ഫോഴ്സ്, ഇൻറ്റേർണൽ ഫോഴ്സ്. അപ്പോൾ FII എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കുമല്ലോ. ഒരു പാർട്ടിക്കിൾ സ്വയം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സമ്മഡ് ഓവർ ഓൾ പാർട്ടിക്കിൾ. ഇതിപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഫോർ ith പാർട്ടിക്കിളാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൾ പാർട്ടിക്കിൾ നമ്മൾ സം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമ്മേഷൻ ഓവർ I വരും അല്ലേ. സോ നമ്മുടെ സമ്മേഷൻ ഓവർ I, j, ഓൾറെഡി ഇവിടെ j ഉണ്ടല്ലോ, സമ്മേഷൻ ഓവർ I, j ആൻഡ് I നോട്ട് ഈക്വൽ ടു j. ഓക്കെ, കാരണം എന്താ, ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്. FII ഈക്വൽ ടു 0 ആയിരിക്കും, FJJ ഈക്വൽ ടു 0 ആയിരിക്കും. സോ I നോട്ട് ഈക്വൽ ടു j ആയിരിക്കണം നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്ലസ് സമ്മേഷൻ ഓവർ I FIE, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dpi/dt ആണ്. ദാറ്റ് ഈസ് d/dt ഓഫ് സമ്മേഷൻ ഓവർ I. നമ്മൾ എന്തുകൊണ്ട് സമ്മേഷൻ എടുത്തു എന്ന് പറഞ്ഞു, P, മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ M × V. ഓക്കെ, ദാറ്റ് ഈസ് MI/VI. ഇറ്റ് ഈസ് വെക്റ്റർ. ആൻഡ് അഗെയിൻ d/dt ഇൻറ്റു സമ്മേഷൻ ഓവർ I MI ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പൊസിഷൻ്റെ ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് d/dt ഓഫ് RI. RI എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ വെക്ടറാണ്. ഓക്കെ,
സോ ഇതിന് നമുക്ക് ഡോട്ടായിട്ട് എഴുതാമല്ലോ. ഇപ്പോൾ തന്നെ ഇവിടെ ആർ ഡോട്ട് കിട്ടി. ആൻഡ് എഗെയിൻ ഇവിടെ ഒരു ഡി ബൈ ഡി ടി ഉണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? ആർ ഡബിൾ ഡോട്ട് അല്ലേ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ആർ. സോ വി ക്യാൻ റൈറ്റ് സമ്മേഷൻ ഓവർ ഐ കോമ ജെ ഐ നോട്ട് ഈക്വൽ ടു ജെ എഫ് ജെ ഐ പ്ലസ് സമ്മേഷൻ ഓവർ ഐ എഫ് ഐ ഇ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ എം ഐ ആർ ഐ ഡബിൾ ഡോട്ട്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, റിപ്പീറ്റിംഗ് ഇൻഡെക്സിന് വേണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് എഴുതാം. ആൻഡ് റീഅറേഞ്ചിങ് എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഐ ഇ പ്ലസ് സമ്മേഷൻ ഓവർ ഐ എഫ് ജെ ഐ. അതായത് ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻറ്റേർണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും കൂടി ആഡ് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം. ഇപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ മെക്കാനിക്സ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൻ്റെ പൊസിഷനും വെലോസിറ്റിയും ആക്സലറേഷനും ഫോഴ്സും എല്ലാം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ മെക്കാനിക്സ് എല്ലാം നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്ന് പറയാം. പക്ഷേ ഈ ഒരു സമയത്താണ് നമുക്ക് കൺസ്ട്രെയിൻസ് കടന്നു വരുന്നത്. ഓക്കെ, so but it is necessary to take into account the constraints that limit the motion of the system. സിസ്റ്റത്തിൻ്റെ മോഷനെ ലിമിറ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് എന്ത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺസ്ട്രെയിൻസിനെ നമുക്ക് ഇക്വേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. സോ ഒരു എക്സാമ്പിളാണ്, കൺസ്ട്രെയിൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്ത കാര്യമാണ്. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് എന്താണ്, റിജിഡ് ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ വെച്ചാൽ അതിൻ്റെ ഇൻറ്റേർണൽ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. അപ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ്, രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, ചേഞ്ച് ആവില്ല, അത് എപ്പോഴും കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. സോ അതിനാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു കണ്ടില്ലേ? സോ ദിസ് ഈസ് എ റിജിഡ് ബോഡി. ഇതാണ് റിജിഡ് ബോഡി. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം എന്താണ്, മാറുന്നില്ല. ഓക്കെ, so the constraints on the motions of the particle keep the distances rij unchanged. അപ്പോൾ അതെന്തുകൊണ്ട് അൺചേഞ്ച് ആവാൻ കാരണം, അത് ചേഞ്ച് ആവാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്, ഡിസ്റ്റൻസ് മാറുന്നില്ല. അതെന്താണ്, കൺസ്ട്രെയിൻസ് കാരണമാണ്. അപ്പോൾ അവിടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, ആ ഡിസ്റ്റൻസ് മാറാതിരിക്കാനുള്ള ഒരു കൺസ്ട്രെയിൻ അവിടെ പ്രസൻ്റ് ആണ് റിജിഡ് ബോഡിയിൽ. അതുപോലെ തന്നെ സം എക്സാമ്പിൾസ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ എക്സാമ്പിൾസ് ആണ് ബീഡ്സ് ഓൺ ആൻ അബാക്കസ്. അപ്പം എന്താണ്, അബാക്കസിൻ്റെ രണ്ട് സൈഡും ഫിക്സഡ് ആയിരിക്കും, ഇവിടെ അങ്ങനെ ബീഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, അതിനും ഒരു പർട്ടിക്കുലർ മോഷൻ അല്ലേ, ഇങ്ങനെയുള്ള മോഷൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അവിടെയും എന്താണ്, ഒരു കൺസ്ട്രെയിൻഡ് മോഷനാണുള്ളത്. നെക്സ്റ്റ് ഗ്യാസ് മോളിക്യൂൾസ് വിത്തിൻ എ കണ്ടെയ്നർ. അപ്പോൾ കണ്ടെയ്നറിലുള്ള ഗ്യാസ് മോളിക്യൂളും എന്ത് തന്നെയാണ്, കൺസ്ട്രെയിൻഡ് മോഷനാണ്. ഇറ്റ് ഈസ് കൺസ്ട്രെയിൻഡ് ബൈ ദ വാൾസ് ഓഫ് ദ വെസൽ ടു മൂവ് ഓൺലി ഇൻസൈഡ് ദ കണ്ടെയ്നർ. ഉള്ളിൽ മാത്രമാണ് അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തേക്ക് പറ്റില്ല, കാരണം അവിടെ കൺസ്ട്രെയിൻ എന്താണ്, അതിൻ്റെ വാളാണ്. ഓക്കെ, നൗ എ പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഓൺ ദി സർഫസ് ഓഫ് എ സോളിഡ് സ്ഫിയർ. ആ സോളിഡ് സ്ഫിയറിൻ്റെ മീതിരിക്കുന്ന പാർട്ടിക്കിൾ എന്താണ്, ആ സ്ഫിയറിന് പുറത്തു കൂടെ മാത്രമാണ് അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, എക്സ്റ്റീരിയർ ഓഫ് ദ സർഫസ് സ്ഫിയർ. അപ്പോൾ അവിടെ മാത്രമാണ് അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്താണ്, കൺസ്ട്രെയിൻഡ് മോഷൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്ട്രെയിൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്, ബേസ്ഡ് ഓൺ ദി ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇഫ് ദ കണ്ടീഷൻസ് ഓഫ് കൺസ്ട്രെയിൻ can be expressed as equations connecting the coordinates of the particle and possibly the time having the form f of r1 r2 r3 t is equal to 0. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിനെയാണ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു സിസ്റ്റത്തിൻ്റെ മെക്കാനിക്സ് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് മോഷൻ ഇത് കൺസ്ട്രെയിൻഡ് ഇക്വേഷനാണ്. ഓക്കെ, സോ കൺസ്ട്രെയിൻസിന് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം. എന്താണ്, കോർഡിനേറ്റ്സ് r1 r2 r3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റ്സ് അല്ലേ, പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ്. പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് വെച്ച്
നമുക്ക് കൺസ്ട്രെയിൻസിനെ ഇക്വേഷനായി എഴുതാം എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഫോം എന്തായിരിക്കും, സം ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്, പൊസിഷൻ കോർഡിനേറ്റിൻ്റെ ഫംഗ്ഷനാണ്. പോസിബിളി ചിലപ്പോൾ എന്തുണ്ടായിരിക്കാം, ടൈമിനും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഫങ്ഷൻസ് ആയിട്ടാണ് ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് എക്സാമ്പിൾസ് തന്നെ അഗെയിൻ റിജിഡ് ബോഡിയാണ്. ഇപ്പോൾ ദ കൺസ്ട്രെയിൻസ് ആർ എക്സ്പ്രസ്ഡ് ബൈ, റിജിഡ് ബോഡിയുടെ കൺസ്ട്രെയിൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, RI മൈനസ് RJ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു CI J സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇതിലെങ്ങനെയാണ്, റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ, ഇപ്പോൾ ഇതാണ് രണ്ട് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്നുണ്ടെങ്കിൽ ഇതിപ്പം RIJ എന്ന് പറഞ്ഞിട്ടാണ്, RIJ എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ ആയിരിക്കും. അപ്പോൾ അതെന്താണ്, മാറാൻ പാടില്ല, അത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ഈ കൺസ്റ്റൻറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ, RI മൈനസ് RJ ഈസ് ഈക്വൽ ടു CIJ എന്ന് വരും. ദാറ്റ് ഈസ് ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ, RI മൈനസ് RJ എന്ന് പറഞ്ഞെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് മാറുന്നില്ല. അപ്പോൾ അതാണ് ഇക്വേഷൻ ഓഫ് കൺസ്ട്രെയിൻറ്റ് ഫോർ റിജിഡ് ബോഡി. അപ്പോൾ അതെങ്ങനെയാണ്, ആറിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിളിൻ്റെ ടൈമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. നെക്സ്റ്റ് ഈസ് എ പാർട്ടിക്കിൾ കൺസ്ട്രെയിൻറ്റ് ടു മൂവ് അലോങ് എനി കർവ് ഓർ ഓൺ എ ഗിവൻ സർഫസ്. ഓക്കെ, ഒരു കർവ് കൂടെ പോകുന്ന ഒരു പാർട്ടിക്കിൾ, അതുപോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗിവൻ സർഫസ്. അപ്പോൾ അവിടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരിക്കും, ഒന്നുകിൽ കർവിൻ്റെ ഇക്വേഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ സർഫസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതും ഒരു എന്തായിരിക്കും, ഹോളോണോമിക് കൺസ്ട്രെയിൻ്റ് ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് കാറ്റഗറിയാണ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്. ഹോളോണോമിക് എന്ന് പറഞ്ഞാൽ പൊസിഷൻ്റെ ബേസിസിൽ നമുക്ക് എഴുതാൻ പറ്റും ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ, നോൺ ഹോളോണോമിക് എന്താണ്, നമുക്ക് എഴുതാൻ പറ്റില്ല. കൺസ്ട്രെയിൻറ്റ്സ് നോട്ട് എക്സ്പ്രസിബിൾ ആസ് ഇക്വേഷൻ 2 ആർ കോൾഡ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ദ പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഓൺ ദി സർഫസ് ഓഫ് എ സ്ഫിയർ. ഇപ്പോൾ സ്ഫിയറിൻ്റെ മീതെ, സ്ഫിയറിലിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ, കൺസ്ട്രെയിൻ ഇക്വേഷൻ R² മൈനസ് A² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇത് ഇനീക്വാളിറ്റി ആണ്. കാരണം A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആയിരിക്കും, റേഡിയസ് ആണ്. അപ്പം ഈ പാർട്ടിക്കിളിന് ഇവിടെയൊക്കെ മൂവ് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം, ചിലപ്പോൾ അത് താഴ്ത്തിക്കും പോകുമല്ലോ. അപ്പോൾ എന്താണ്, ഒരു ഇനീക്വാളിറ്റി വെച്ചിട്ട് മാത്രമേ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണ്, ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഇനീക്വാളിറ്റിയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് റിയോണോമസ് കൺസ്ട്രെയിൻറ്റ്സ് ആണ്. ഓക്കെ, കൺസ്ട്രെയിൻറ്റ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് according as the equation of constraint contain the time as an explicit variable ആയിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, റിയോനോമസ് എന്ന് പറയും. ഓക്കെ, ഇനി ടൈം അല്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ടൈമിനെ അതിൽ കാണിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ റിയോണോമസ് കൺസ്ട്രെയിൻറ്റ്സിന് എക്സാമ്പിളാണ് എ ബീഡ് സ്ലൈഡിങ് ഓൺ എ വയർ വിച്ച് ഈസ് മൂവിങ് ഇൻ സം പ്രിസ്ക്രൈബ്ഡ് ഫാഷൻ. ഇപ്പം ഒരു വയർ, ഇപ്പോൾ ഒരു വയർ അത് ഒരു ഫിക്സഡ് ഫാഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ മോഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടൈം എന്താണ്, ഒരു പാരാമീറ്റർ ആയിട്ട് വരും. അതുപോലെ തന്നെ പൊസിഷൻ അല്ലേ, പൊസിഷൻ ഓഫ് ദ ബീഡും കാരണം അതെന്താണ്, സ്ലൈഡ് ചെയ്യണം. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ബീഡും പാരാമീറ്റർ ആയിട്ട് വരും. അതുപോലെ തന്നെ ആ മൂവ് ചെയ്യുന്ന പെർട്ടിക്കുലർ ഫാഷനിൽ മൂവ് ചെയ്യുന്ന വയറിൻ്റെ ആ ടൈം അല്ലേ, അപ്പോൾ അതും ഒരു പാരാമീറ്റർ ആയിട്ട് വരും. സോ അതിന് നമ്മൾ എന്ത് പറയും, ടൈം ഒരു പാരാമീറ്ററായി വന്നുല്ലോ, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ റിയോണോമസ് എന്ന് പറഞ്ഞു. ഇനി സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻറ്റ്സ്, ഇക്വേഷൻസ് ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ടൈം. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളതിന് സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ എഗെയിൻ എന്താണ്, ബീഡ് സ്ലൈഡിങ് ഓൺ കേർവ്ഡ് ഫിക്സഡ് വയർ ഓൺ സ്പേസ്. അപ്പം സ്പേസിൽ ഫിക്സഡ് ആണ് വയർ. അപ്പോൾ എന്താണ്, ടൈമിനനുസരിച്ചിട്ട് ആ വയറിൻ്റെ പൊസിഷനൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല, ഫിക്സഡ് ആണ്. അപ്പോൾ പിന്നെ എന്തിന് മാത്രമേ മാറ്റമില്ല, പൊസിഷൻ ഓഫ് ദി ബീഡിന് മാത്രമേ മാറ്റമില്ല. അപ്പോൾ ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് പറയും, സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു 4 കാറ്റഗറിയാണ്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉപാധിയുടെ ടെക്സ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, ഡിഫിക്കൽട്ടീസ് faced due to the introduction of constraints. So the first difficulty is
the coordinates Ri are no longer independent since they are connected by the equation of constraint. Hence the equation of motion mi Ri double dot is equal to Fie plus Fji are not all independent. That is കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു റെസ്ട്രിക്ഷൻ ടു മോഷൻ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ അതിൽ ഒന്നിൽ കൂടുതൽ കോർഡിനേറ്റ്സ് ഡിപ്പെൻഡൻ്റ് ആവുന്നു. അപ്പം അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിംപ്ലി സോൾവ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ മറ്റുള്ള മെക്കാനിക്സ് ഒന്നും കണ്ടുപിടിക്കുന്നത് എളുപ്പമായിരിക്കില്ല. സോ അതാണ് ഫസ്റ്റ് ഡിഫിക്കൽട്ടി. ആൻഡ് സെക്കൻഡ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എന്ത് പറഞ്ഞു, ഇൻറ്റേർണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും സിമ്പിളായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ നമ്മളൊരു കണക്കിലെടുക്കാത്ത ഫോഴ്സ് കൂടിയുണ്ട്. അതാണ് ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻ. കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് സിസ്റ്റത്തിൽ. അപ്പോൾ നമ്മൾ ബീഡിൻ്റെയും വയറിൻ്റെയും കേസ് പറഞ്ഞ പോലെ തന്നെ ദ ഫോഴ്സ് ദാറ്റ് ദ വയർ എക്സേർട്ട് ഓൺ ദ ബീഡ് അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ ആണല്ലോ. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ഒരു വെസലിൽ ഗ്യാസ് ഫീൽഡിൻ്റെ വെസൽ, അപ്പം വാൾസ് ഓഫ് ദ വെസൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു ഡിഫിക്കൽട്ടി. ഇതൊന്നും നമ്മൾ പ്രയർലി നമ്മളിതൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഡിഫിക്കൽട്ടീസ് നമുക്ക് ഓവർകം ചെയ്യണം. അപ്പോൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. സോ ഇൻ ദ കേസ് ഓഫ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ റെപ്രസെൻറ്റ് എഫ് ഓഫ് R1 R2 എക്സെട്ര t is equal to 0. കോർഡിനേറ്റ് ആർ കോർഡിനേറ്റിൻ്റെയും ടൈമിൻ്റെയും ബേസിസിലാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നത്. അപ്പോൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസിൽ ഈ ഒരു ഫസ്റ്റ് ഡിഫിക്കൽട്ടി സോൾവ് ചെയ്ത് തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പോൾ സപ്പോസ് വി ഹാവ് സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ്. അപ്പോൾ n പാർട്ടിക്കിൾസ് ഉണ്ട്, അത് ഫ്രീ ഫ്രം കൺസ്ട്രെയിൻസ് ആണ്. ദെൻ എന്താണ് അവിടെ 3n ഫ്രീ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും അല്ലേ. കാരണം എങ്ങോട്ട് വേണമെങ്കിൽ അതിന് മൂവ് ചെയ്യാം. ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് 3n ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്, ദാറ്റ് ഈസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3n ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും കുറച്ച് കോർഡിനേറ്റ്സ് എന്തായിരിക്കും, പരസ്പരം ഡിപ്പെൻഡൻ്റ് ആയി മാറും അല്ലേ. അപ്പോൾ ഇക്വേഷൻസ് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ നോക്കുക. അപ്പോൾ അതിൽ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, കോർഡിനേറ്റ്സ് പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യണം, ഒഴിവാക്കണം അല്ലേ. അപ്പോൾ ഈ നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. 3n കോർഡിനേറ്റ്സ് നിന്ന് നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 3n മൈനസ് കോർഡിനേറ്റ്സ് ആണ് കിട്ടുക. അപ്പോൾ ഈ 3n മൈനസ് കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ 3n മൈനസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡേ ഉള്ളൂ അല്ലേ. കൺസ്ട്രെയിൻറ്റ് വന്നാൽ 3n മൈനസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൽ എന്തുണ്ടായിരിക്കില്ല, കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കില്ല. അതിലെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ദെൻ വി യൂസ് ദീസ് ഇക്വേഷൻ ടു എലിമിനേറ്റ് നെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം എന്താണ്, ഇക്വേഷൻസ് ഇപ്പോൾ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അവിടെ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ സോൾവ് ചെയ്യാം. അതിനെ സോൾവ് ചെയ്ത് നമുക്കിതിനെ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് 3n മൈനസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. Okay, and the system is said to be 3n minus degrees of freedom. So the elimination of dependent coordinates. Dependent coordinates ആണ് ഉണ്ടാവുക.
അപ്പോൾ ആ ഡിപ്പെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാണ്. ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് 3n-k ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ Q1, Q2 എക്സെട്ര അപ് ടു Q3n-k കോർഡിനേറ്റ്സ് ആണ് അവിടെ ഉണ്ടാവുക. സോ the elimination of dependent coordinates can be expressed by the introduction of new 3n-k independent variables, അതാണ് Q1, Q2, Q3n-k in terms of old coordinates. ഓൾഡ് കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരുന്നു? R1, R2 എക്സെട്ര Rn, ഇതെല്ലാം വെക്റ്റേഴ്സ് ആണ്. ഓക്കെ, ആർ എക്സ്പ്രസ്ഡ് ബൈ ഇക്വേഷൻസ് ഓഫ് ദ ഫോം, അതിൻ്റെ ഇക്വേഷൻസ് ആണ്. വെക്റ്റർ R is equal to R1 of Q1, Q2 എക്സെട്ര Q3n-k, T. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു, ഹോളോണോമിക് കൺസ്ട്രെയിൻസിൽ എങ്ങനെയാണ് പറഞ്ഞത്, f(r1, r2, r3, T). അപ്പോൾ ഈ r1, r2 എന്നൊക്കെ പറയുന്നത് ഓൾഡ് കോർഡിനേറ്റ്സ് ആണ്. അതെന്തായിരുന്നു, ഡിപ്പെൻഡൻറ്റ് കോർഡിനേറ്റ് കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു അല്ലേ. പിന്നീട് എന്ത് ചെയ്തു, നമ്മൾ ആ ആറിനെ ആർ എന്ന് പറയുന്നത് R1 ഓഫ് എന്തിൻ്റെ ടേംസിൽ എഴുതി, നമ്മൾ Q1, Q2 അങ്ങനെ Q3n-k ടേമിൽ എഴുതി. അപ്പോൾ ഇതെന്താണ്, ഈ Q1, Q2 എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഓൾഡ് കോർഡിനേറ്റ്സിൻ്റെ ടേമിൽ എഴുതുകയാണ് ന്യൂ വേരിയബിൾസിനെ അല്ലെങ്കിൽ ന്യൂ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ. അപ്പോൾ ജനറലൈസ് ചെയ്തിരിക്കുകയാണ്. Rn is equal to Rn of Q1, Q2, Q3n-k, T. സോ ഈ ഇക്വേഷൻസിനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്ന് എവിടേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, സെറ്റ് ഓഫ് ആർ എൽ വേരിയബിൾസ് നിന്ന് QLയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, QL സെറ്റിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഓൾവേസ് അസ്യൂം ദാറ്റ് വൺ ക്യാൻ ഓൾസോ ട്രാൻസ്ഫോം ബാക്ക് ഫ്രം QL സെറ്റ് ടു RL സെറ്റ്. ഓക്കെ, ന്യൂ കോർഡിനേറ്റിൽ നിന്ന് ഓൾഡ് കോർഡിനേറ്റിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റും കാർട്ടീഷ്യൻ കോർഡിനേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ XY സെറ്റാണ്, അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഈച്ച് അതർ. അപ്പോൾ നമുക്ക് അതായത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, എക്സ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഓഫ് പോയിൻറ്റ്സ് എടുത്ത് നമുക്കതിനെ വെക്റ്റേഴ്സായി ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ വൈനും സെറ്റിനും ഇപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ. പക്ഷേ ഇവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആകുമ്പം ഇങ്ങനത്തെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സോ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനുള്ള സം എക്സാമ്പിൾസാണ്. കൺസിഡർ എ പാർട്ടിക്കിൾ കൺസ്ട്രെയിൻഡ് ടു മൂവ് ഓൺ ദി സർഫസ് ഓഫ് എ സ്ഫിയർ. സ്ഫിയറിൻ്റെ സർഫസിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ സാധാരണ അവിടെ r(θ)φ ആണ് എന്ത് വരിക, നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് r(θ)φ ആണല്ലോ അവിടെ വേരിയബിൾസ് വരുന്നത്, കോർഡിനേറ്റ്സ് വരുന്നത്. പക്ഷേ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു കോർഡിനേറ്റ് ആണ്. അപ്പോൾ നമ്മളതിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രോസസ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് വഴി അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും, r-നെ എലിമിനേറ്റ് ചെയ്യും. പിന്നെ അവിടെ ഉള്ളത് മുഴുവൻ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ്, അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അപ്പോൾ അതൊക്കെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, തീറ്റയും ഫൈയും, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡാണ് അവിടെ വരുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. നെക്സ്റ്റ് പറയുന്നത് ഒരു ഡബിൾ പെൻഡുലാണ്. ഡബിൾ പെൻഡുലം എന്ന് വെച്ചാൽ ഡബിൾ പെൻഡുലം മൂവിങ് ഇൻ എ പ്ലെയിൻ, ദാറ്റ് ഈസ് 2 particles ആർ കണക്റ്റഡ് ബൈ ആൻ inextensible light rod, okay, and suspended by a similar rod, okay, to one of the particles. അപ്പോൾ അവിടെയുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് θ1ഉം θ2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, ഇവിടെ എന്താണ്, 2 പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിരിക്കുകയാണ്, റോഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ അത് സിമിലർ റോഡ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, തൂക്കിയിട്ടിറക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് θ1ഉം θ2ഉമാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, അതായത് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആയിട്ടുള്ളത്. ഓക്കെ.